ഹലോ വെൽക്കം ടു മൈ ചാനൽ. താങ്ക് യു ഫോർ ചൂസിങ് മൈ വീഡിയോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുന്നത് ആസിഫ് ആൻഡ് ആസ്ദോയുടെ പ്രയോഗമാണ്. അത് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് ഒരുപാട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി വിശദമായിട്ടൊരു വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്പിറേഷനാണ്. അതുകൊണ്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ പ്രധാനപ്പെട്ട അതായത് സ്റ്റുഡൻസ് ചോദിക്കുന്ന സംശയങ്ങളിൽ നിന്ന് ഞാൻ ക്ലാസ് കണ്ടക്ട് ചെയ്യുമ്പോൾ സ്റ്റുഡൻസ് എന്നോട് റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഭാഗത്തു നിന്നാണ് ഞാൻ വീഡിയോ എപ്പോഴും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ആലോചിച്ച് വളരെ സിമ്പിളായിട്ട് അത് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ആസിഫ് അല്ലെങ്കിൽ ആസ്തു ഇംഗ്ലീഷിലുള്ളൊരു പ്രയോഗമാണ്. ഒരു കൺജക്ഷനാണിത്. കൺജക്ഷൻ സാധാരണ നമ്മൾ സെൻറ്റൻസ് അറിയാലോ, സിമ്പിൾ, കോമ്പൗണ്ട്, കോംപ്ലക്സ് സെൻറ്റൻസിൽ ഉപയോഗിക്കുന്ന ഒരു കൺജക്ഷൻ. ഇതിൻ്റെ അർത്ഥം എന്ന പോലെ തോന്നിക്കുന്നു എന്ന് പറയുന്ന സിറ്റുവേഷനിലാണ് നമ്മളിത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. പക്ഷേ ആ സെൻറ്റൻസിൻ്റെ ഒരു ചെറിയ സെൻറ്റൻസ് ആണെങ്കിലും അതിൻ്റെ കറക്റ്റ് യൂസ് അറിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അങ്ങനൊരു പ്രത്യേകത ഈ ആസിഫ് അല്ലെങ്കിൽ ആസ്തുവിനുണ്ട്. ഈ ആസിഫും ആസ്തുവും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസിഫാണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ആസ്ദോ ഫോർമലി മാത്രമേ യൂസ് ചെയ്യുന്നത്, റൈറ്റിങ്ങിലാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇവിടെ സിറ്റുവേഷൻ ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനാണ് ഈ ആസിഫ് ആൻഡ് ആസ്ദോ യൂസ് ചെയ്യുന്നത്. ഹൈപ്പോത്തറ്റിക്കൽ എന്ന് പറഞ്ഞാൽ ഇമാജിനറി സിറ്റുവേഷൻ, അതായത് നമ്മൾ സങ്കല്പിച്ചു അല്ലെങ്കിൽ ഊഹാഭോഗത്തിൽ പറയുന്നത്. അതുകൊണ്ടാണ് കേട്ടിട്ട് അങ്ങനെ തോന്നി, അല്ലെങ്കിൽ കണ്ടപ്പോൾ അങ്ങനെ തോന്നി, കണ്ടപ്പോൾ അങ്ങനെ തോന്നിക്കുന്നു, ഇങ്ങനെയൊക്കെ പറയുന്നത്. പ്രസൻറ്റിലും പറയും, നമ്മൾ പാസ്റ്റിലും പറയും. അപ്പോൾ പ്രസൻറ്റിൽ പറയുമ്പം എങ്ങനെയാണ് സെൻറ്റൻസ് വരുന്നത്, പാസ്റ്റിൽ പറയുമ്പോൾ എങ്ങനെയാണ് സെൻറ്റൻസ് വരുന്നത്, ഈ കോമ്പിനേഷനാണ് പഠിക്കേണ്ടത്. ആസിഫിന് മുമ്പ് ഒരു ടെൻസ് ഉണ്ടായിരിക്കും, ആസിഫിന് ശേഷവും ഒരു ടെൻസ് ഉണ്ടായിരിക്കും. ഏതെല്ലാം ടെൻസ് പരസ്പരം യോജിക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് അർത്ഥവ്യത്യാസം വരുന്നതെന്നുള്ളതാണ് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സെൻറ്റൻസ് നമുക്ക് നോക്കാം. പ്രസൻറ്റ് സിറ്റുവേഷനാണ്. പ്രസൻറ്റ് പാസ്റ്റും ഒരു ഡിഫറൻസ് ഉണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ച് നോക്കുക. പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഹീ സ്പീക്സ് ആസിഫ് ഹീ നോസ് ദ ലൊക്കേഷൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അവൻ്റെ സംസാരം കേട്ടാൽ തോന്നും അവൻ ഈ ലൊക്കേഷൻ കറക്റ്റായിട്ട് അറിയാം. നമ്മൾ ഏതോ ഒരു ലൊക്കേഷൻ അയാളോട് ചോദിച്ചു എന്നാണ്. അപ്പോൾ അയാൾ ലൊക്കേഷനെ പറ്റി വിശദീകരിക്കുക. എന്നിട്ട് നമ്മൾ പറയുന്നത് അയാളുടെ സംസാരം കേട്ടാൽ തോന്നും, അതായത് ഹീ സ്പീക്സ് ആസിഫ് ഹീ നോസ് ദ ലൊക്കേഷൻ. അവൻ്റെ സംസാരം കേട്ടാൽ തോന്നും ആ ലൊക്കേഷൻ അവന് ശരിക്കും അറിയാമെന്ന്. അത് റിയൽ സിറ്റുവേഷനാണ്. സോ ദ സിറ്റുവേഷൻ ഈസ് റിയൽ. അങ്ങനെയാണ് നമ്മളിതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കുന്നത്. ഇനി ആസിഫിൻ്റെ ഗ്രാമറ്റിക്കൽ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇത് സിമ്പിൾ പ്രസൻ്റ് ആണ്. സിമ്പിൾ പ്രസൻറ്റ്. ഹീ നോസ്, ഇതും സിമ്പിൾ പ്രസൻറ്റാണ്. സിമ്പിൾ പ്രസൻറ്റ്. അപ്പോൾ റിയൽ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ആസിഫിന് മുമ്പുള്ളതും സിമ്പിൾ പ്രസൻ്റ് ആയിരിക്കും, ആസിഫിന് ശേഷമുള്ള ക്ലോസും സിമ്പിൾ പ്രസൻ്റ് ആയിരിക്കും. ഇതാണ് ഇമ്പോർട്ടൻ്റ് ഏരിയ. ഗ്രാമറ്റിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ് ഇത്. എന്ന് പറഞ്ഞാൽ ഈ ആസിഫ് വെച്ച് റിയൽ സിറ്റുവേഷൻ സംസാരിക്കുമ്പോൾ ദർ ഇസ് എ കോമ്പിനേഷൻ ഓഫ് ടു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. ആസിഫിന് മുമ്പും ആസിഫിന് ശേഷം. ഇനി രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കാം. ഹീ സ്പീക്സ് ആസിഫ് ഹീ ന്യൂ എവറിത്തിങ്. ആസിഫ് ഹീ ന്യൂ എവറിത്തിങ് എന്ന് പറഞ്ഞ സെൻറ്റൻസിൽ രണ്ടാമത്തെ സെൻറ്റൻസ് സിമ്പിൾ പാസ്റ്റാണ്. അപ്പോൾ ഇവിടെ സിമ്പിൾ പാസ്റ്റും സിമ്പിൾ പ്രസൻറ്റും വന്നു. സിമ്പിൾ പ്രസൻറ്റും സിമ്പിൾ പാസ്റ്റും. സിമ്പിൾ പ്രസൻറ്റും സിമ്പിൾ പാസ്റ്റുമാണ് ആസിഫിൻ്റെ പ്രയോഗത്തിൽ വന്നിരിക്കുന്നെങ്കിൽ ഇത് അൺറിയൽ സിറ്റുവേഷനാണ്. അൺറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ എന്താണെന്നറിയാം, അവൻ്റെ സംസാരം കേട്ടാൽ തോന്നുന്നു അവനെല്ലാം അറിയാം, യഥാർത്ഥത്തിലല്ല എന്ന് നമ്മൾ പറയുന്നതാണ് ഈ കോമ്പിനേഷൻ. അതായത് സിമ്പിൾ പ്രസൻറ്റ് ആൻഡ് സിമ്പിൾ പാസ്റ്റ്. ഹീ സ്പീക്സ് ആസിഫ് ഹീ ന്യൂ എവറിത്തിങ്. ഇനി പാസ്റ്റിൽ ആസിഫ് പ്രയോഗിക്കുമ്പം എങ്ങനെയാണ് അർത്ഥവ്യത്യാസം വരുന്നത് നോക്കാം, എന്തൊക്കെ കോമ്പിനേഷനാണെന്ന് നോക്കാം. ഓക്കെ, ഹീ ലുക്ഡ് ആസിഫ് ഹി ഹാഡ് സീൻ എ ഗോസ്റ്റ്. ഹീ ലുക്ഡ് ആസിഫ് ഹി ഹാഡ് സീൻ എ ഗോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ കണ്ടിട്ട് തോന്നി. അപ്പം കണ്ടു നമ്മൾ, അതാണ് പാസ്റ്റായത്. അവനെ കണ്ടിട്ട് തോന്നി അവനേതോ പ്രേതത്തിനെ കണ്ടു നിൽക്കുകയാണ്.
അവൻ്റെ മട്ടവും സംസാരമൊക്കെ കണ്ടിട്ട് അവൻ ഏതാണ്ട് പ്രേതത്തെ കണ്ട് പേടിച്ച പോലെ എന്ന് നമുക്ക് തോന്നി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിലല്ല, അവൻ കണ്ടിട്ടില്ല. പിന്നെ നമ്മളങ്ങ് പറഞ്ഞത് അവൻ്റെ ആ പ്രസൻറ്റ് സിറ്റുവേഷനെ നമ്മൾ അങ്ങനെ പറഞ്ഞത് എനിക്ക് അവനെ കണ്ടപ്പോൾ അങ്ങനെ തോന്നിയത്. അപ്പോൾ ആ ഒരു സെൻറ്റൻസിൽ എന്തൊക്കെയാണ് കോമ്പിനേഷൻ നോക്കാം. ഹീ ലുക്ഡ് ആസ് ഇഫ് ഹി ഹാഡ് സീൻ എ ഗോസ്റ്റ്. ഹീ ലുക്ഡ് സിമ്പിൾ പാസ്റ്റ്. ആസ് ഇഫ് ഹി ഹാഡ് സീൻ എ ഗോസ്റ്റ് എന്ന് പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റാണ്. ബീയിങ് ഹാഡ് പ്ലസ് V3. ഹാഡ് പ്ലസ് V3 ആക്ഷൻ വെർബ് എവിടെ വരുന്നോ അത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഇത് സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് പെർഫെക്റ്റും കൂടി ചേർന്നിട്ടുള്ളതാണ് അൺറിയൽ. സിറ്റുവേഷൻ റിയൽ അല്ല. അടുത്തൊരു സെൻറ്റൻസ് നോക്കുക. ഷി സ്പോക്ക് ആസ് ദോ ഷി ഹാഡ് മെറ്റ് ഹിം ബിഫോർ. അവൾ സംസാരിച്ചു. അവളുടെ സംസാരം കേട്ടപ്പോൾ എനിക്ക് തോന്നി അവൾ അവനെ നേരത്തെ കണ്ടിട്ടുള്ളത്. ആ ഒരു വിധത്തിലാണ് അവൾ സംസാരിച്ചത്. യഥാർത്ഥത്തിലല്ല, അവൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുള്ള ആശയത്തോടു കൂടി നമ്മൾ സംസാരിക്കുമ്പോഴാണ് ഇവിടെ ആസിഫ് ചേർത്ത് പറയുന്നത്. അപ്പോൾ ഈ ആസിഫിൻ്റെ ആസ്തയുടെ യഥാർത്ഥ പ്രയോഗ മീനിങ് എന്താണെന്ന് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് റൈറ്ററിൻ്റെ അല്ലെങ്കിൽ സ്പീക്കറിൻ്റെ കറക്റ്റ് എമോഷൻസ് മനസ്സിലാവില്ല. ആ റിയൽ സിറ്റുവേഷനും അൺറിയൽ സിറ്റുവേഷനും. അപ്പോൾ റിയൽ സിറ്റുവേഷൻ വരുമ്പോഴുള്ള ടെൻസിൻ്റെ കോമ്പിനേഷൻ, അൺറിയൽ സിറ്റുവേഷൻ വരുമ്പോഴുള്ള സെൻറ്റൻസിൻ്റെ കോമ്പിനേഷൻ. പരീക്ഷയ്ക്കും ഈ ഭാഗത്തു നിന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ടെൻസ് കറക്റ്റ് സിറ്റുവേഷൻ അനുസരിച്ച് അറിയാമെന്നുള്ളൊരു ടെസ്റ്റാണ് അവിടെ വരുന്നത്. അപ്പോൾ ടെൻസിൻ്റെ കോമ്പിനേഷൻ ശരിക്കും പഠിച്ചിരിക്കണം. ടെൻസിൻ്റെ കോമ്പിനേഷൻ പഠിക്കുന്നതിന് മുമ്പ് ടെൻസ് ശരിക്കും പഠിച്ചിരിക്കണം. ടെൻസ് നല്ലവണ്ണം അറിഞ്ഞിരിക്കണം. ടെൻസ് നല്ലവണ്ണം അറിഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനും ഒക്കെ വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. അതിൻ്റെ ബേസിക് പ്രിപ്പറേഷനിൽ ഏറ്റവും മുമ്പേ ചെയ്യേണ്ടത് ടെൻസ് പഠിക്കുക എന്നുള്ളതാണ്. പ്രസൻറ്റ് ടെൻസിലെ 4, പാസ്റ്റ് ടെൻസിലെ 4, ഫ്യൂച്ചർ ടെൻസിലെ 3 ആയാലും മതി. 4ാമത്തെ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് അത് കൂടുതൽ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. അങ്ങനെ അത് ഒബ്സൊലീറ്റ് ആവുന്ന ഒരു സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ ഞാനൊരു ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ടെൻസ് സിറ്റുവേഷൻസ്, സിമ്പിൾ പ്രസൻറ്റ് ആൻഡ് സിമ്പിൾ പ്രസൻറ്റ് അതാണ് വരുന്നെങ്കിൽ റിയൽ സിറ്റുവേഷനാണ്. ആ പറഞ്ഞത് സത്യമുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ് അർത്ഥം. സിമ്പിൾ പ്രസൻറ്റ് ആൻഡ് സിമ്പിൾ പാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അൺറിയൽ, അത് സത്യമല്ല, അത് വെറുതെ ഒരു അഭിനയം പോലെ നമ്മൾ കണ്ടിട്ട് അങ്ങനെ തോന്നിക്കുന്നു, യഥാർത്ഥത്തിലല്ല. സിമ്പിൾ പാസ്റ്റ് ആൻഡ് പാസ്റ്റ് പെർഫെക്റ്റ് അൺറിയൽ സിറ്റുവേഷൻ. അവിടെയും പാസ്റ്റിൽ നടന്ന കാര്യം നമ്മൾ പറയുന്നത്, അവിടെ അത് കണ്ടപ്പോൾ അല്ലെങ്കിൽ കേട്ടപ്പോൾ എനിക്കങ്ങനെ തോന്നി, യഥാർത്ഥത്തിൽ അത് സത്യമല്ലായിരുന്നു എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത് ആസിഫിൻ്റെയും ആസ്തുയുടെയും പ്രയോഗം ശരിക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾ വായിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. മനസ്സിലായതിന് ശേഷം ഈ ആസിഫും ആസ്തു ചേർത്തിട്ടുള്ള എക്സാമ്പിൾ സെൻറ്റൻസ് ഗൂഗിൾ സെർച്ച് ചെയ്ത് ഒരുപാട് സെൻറ്റൻസ് കിട്ടും. അതെടുത്തിട്ട് അതിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് ഇത് തറവാകുന്നത്. എവറിത്തിങ് നീഡ് ടു ബി റിപ്പീറ്റഡ്. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്കത് സ്കില്ലായി വരത്തുള്ളൂ. സ്കിൽ മീൻസ് വെൻ യു സ്റ്റാർട്ട് സ്പീക്കിംഗ് ഓർ റൈറ്റിംഗ് യു ഡു ഇറ്റ് എഫേർട്ട്ലെസ്ലി. വളരെ ഈസി ആയിട്ട് പറ്റുന്നു. അങ്ങനെ പറ്റണം, ആ ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ എത്തണം. ഓക്കെ, അപ്പം ഈ വീഡിയോ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം, പിന്നെ കമൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കണം, സബ്സ്ക്രൈബ് ചെയ്യാൻ. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നത് കാരണം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇൻസ്പിറേഷനാണ്. അതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഇനിയും ഇതുപോലെ സ്റ്റുഡൻസ് എന്നോട് ചോദിക്കുന്ന സംശയത്തിൻ്റെ ആ പ്രധാനപ്പെട്ട ഏരിയ നോക്കി നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.